ഒരു ക്രിസ്തീയ മാതാപിതാക്കളെ ജനിച്ച് ഒരു മർത്തമ കുടുംബത്തിൽ വളർത്തിക്കൊള്ളുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ഒരു വൈദികനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വളരെ ആഗ്രഹത്തോടെ പഠിച്ചു വരുവാനിടയായി. ഞാനങ്ങനെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തിലേക്ക് നടത്തുവാനും ഞാനങ്ങനെ ഒരു വിശ്വാസിയായി മാറുവാനും എനിക്കിടയായി. അതിനുശേഷം എനിക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവവചനം പഠിച്ചതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് പ്രവർത്തിപ്പാൻ അവസരം ലഭിച്ചത് കണ്ണൂർ ജില്ലയിലായിരുന്നു. ഒരു 99% കത്തോലിക്കർ മാത്രമുള്ള ഒരു പ്രദേശത്ത് പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് എനിക്ക് അവസരം തന്നു. എനിക്ക് മുൻപ് 5 ദൈവദാസന്മാർ പ്രവർത്തിച്ചിട്ട് പോയ ഒരു സ്ഥലമായിരുന്നു. 6ാമനായിട്ട് ഒരു ഫൈനൽ ടെസ്റ്റായിട്ടാണ് എന്നെ ആ സ്ഥലത്തേക്ക് വിട്ടത്. ഞാൻ അവിടെ ചെന്നതിന് 3ാമത്തെ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അവിടെ വിശ്വാസികൾ ആരും ഇല്ല. ഒരു ലാസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ആ സ്ഥലം അവർ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയാനിടയായി. ഒരു വീട്ടിൽ പോലും കയറ്റിയേക്കിരുന്ന കത്തോലിക്കൽ അച്ഛന്മാരവിടെ വെൽക്കം ചെയ്യുവാനിടയായി. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ആദ്യം വളരെ പ്രയാസം തോന്നി. ഞാൻ ദൈവത്തോട് കർത്താവ് എന്തിനാണ് ഈ റാന്നിന്ന് എന്നെ അവിടെ കൊണ്ടുവന്നത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. എന്തായാലും ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് 3 ദിവസം പ്രാർത്ഥിപ്പാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവത്തോട് കർത്താവേ എന്നോട് സംസാരിക്കണം, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടായോ എന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എനിക്കൊരു മറുപടി ലഭിച്ചിരുന്നാൽ മറുപടി എന്ന വണ്ണം ഒരു 6ാം ക്ലാസ്സുകാരൻ ഒരു ചെറിയ കുട്ടി എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഞങ്ങളുടെ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മോൻ. ഞാൻ അവരോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ പഠിക്കുന്നത്, ഏതെല്ലാം പഠിക്കുന്നത്, ഇവിടെ ട്യൂഷനൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല, ഇവിടെ ട്യൂഷൻ എടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ട്യൂഷൻ ഇവൻ തുടങ്ങിക്കൂടാ എന്ന്. ഞാൻ അങ്ങനെ ഒരു ട്യൂഷൻ ആരംഭിച്ചു. ഇവന് വേണ്ടി മാത്രം ആരംഭിച്ചു. കാരണം എനിക്ക് ഒരു വീട്ടിലും പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ട്യൂഷൻ ചെയ്യാൻ ഇടയായി. അങ്ങനെ ആ ട്യൂഷന് അവൻ്റെ ഫാദർ എന്നോട് വന്ന് ചോദിച്ചു ഒരു മോളുണ്ട് അവൾക്ക് എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അത് എണ്ണം കൂടി 2 മാസം കൊണ്ട് എനിക്ക് 60 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുവാൻ അദ്ദേഹം കളക്ട് ചെയ്തു. ഒറ്റ വീട്ടിൽ പോലും കയറുവാനോ പോകുവാനോ അനുവാദമില്ലാത്ത സ്ഥലത്ത് ഈ 60 കുട്ടികളിൽ കൂടെ അവരുടെ പേരൻസിൽ കൂടെ ആ ദേശത്തുള്ള എല്ലാ വീടുകളിലും പോകുവാനും സുവിശേഷം പറയുവാനും ദൈവം എനിക്കൊരു വഴി തുറന്നു തരുവാനിടയായി. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെതായ ചില വഴികളുണ്ട്, ദൈവത്തിൻ്റെതായ ചില മെത്തേഡുകളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ മെത്തേഡും കാണുവാനിടയാകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനിടയാകണം. എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പഠിപ്പിക്കുവാനുണ്ട്. ഞാൻ ഒരു ആഴ്ച തികച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കാത്തത് 8 വർഷം കർത്താവ് എന്നെ അവിടെ നിർത്തുവാനിടയായി. ഒരു വലിയ എൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകുവാൻ ഞാൻ ലീവ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം ആരാധിക്കുവാൻ സ്നാനപ്പെട്ട 80 പേരെ കർത്താവ് അവിടെ തരുവാനിടയായി. അത് മുഴുവൻ കത്തോലിക്കയിൽ കടന്നു വന്നവരാണ്. മുഴുവൻ ഒരു ബാറിൻ്റെ ഉടമസ്ഥന് അങ്ങനെയുള്ള വലിയ നല്ല ഹൈ സൊസൈറ്റിക്കാരായ ആൾക്കാരെ കർത്താവ് എനിക്ക് എൻ്റെ കൂടെ ആരാധിപ്പാൻ തരുവാനിടയായി. അത് ഞാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡിക്ക് പോയി. അതിനുശേഷം ദൈവമായ കർത്താവ് എനിക്ക് കുടുംബജീവൻ തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പത്തനാപുരത്തേക്കാണ് പിന്നെ ദൈവം ഞങ്ങളെ അയപ്പാനിടയായത്. ഞാൻ അവിടെ എനിക്ക് മുമ്പ് വളരെ സീനിയേഴ്സായ പാസ്റ്റർമാരൊക്കെ ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ഓവർസനോട് പറഞ്ഞു എനിക്ക് കഴിയും, യു ആർ ഏബിൾ, ഇങ്ങനെ യു ഹാവ് പൊട്ടൻഷ്യൽ സോ യു ക്യാൻ ഡു എന്ന് പറഞ്ഞ് എന്നെ എന്ത് ചെയ്തു ഒരു ചർച്ചും തന്നു എനിക്ക്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2ഉം കൂടെ ഒരേ സമയം ചെയ്യാനായിട്ട് എന്നെ അയച്ചു. അങ്ങനെ ഞാൻ ഈ ചർച്ച നോക്കി ഈ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. എന്നാൽ ചർച്ചിലെ ആൾക്കാരും പ്രയാസങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ എനിക്ക് അത് പഠിപ്പിക്കൽ കുറച്ച് ദിവസത്തേക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം ഒരു വലിയ പ്രശ്നമുള്ള ചർച്ചയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞാൻ പ്രസംഗിക്കുന്ന ഒരൊറ്റ പ്രസംഗം പോലും ഒരു 3 മാസത്തേക്ക് ഇവരാരും അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. കാരണം വളരെ പ്രായമുള്ള ആൾക്കാരാണ്. ഞാൻ ദൈവത്തോട് കർത്താവേ ആ കണ്ണൂരെ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നത്തിലേക്കാണോ നീ എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാനിങ്ങനെ പുൾപിറ്റിനോട് എല്ലാ ദിവസവും മീറ്റിംഗ് കഴിയുമ്പോൾ അന്നത്തെ ചർച്ചിൻ്റെ റിപ്പോർട്ട് ഞാൻ ദൈവത്തോട് പറയും. കാരണം വി ആർ അക്കൗണ്ടബിൾ വിത്ത് ഗോഡ്. അതുകൊണ്ട് ദൈവത്തോടാണ് നമുക്ക് കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചിൻ്റെ കാര്യം പറയുമായിരുന്നു. ഞാനിങ്ങനെ ഒരു സൺഡേ ഞാൻ പറഞ്ഞ കർത്താവേ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ എല്ലാവരും ഇരിക്കുന്ന സ്ഥലം നോക്കണം എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലം നോക്കി എന്നോട് ദൈവാത്മാ പറഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ചത്. അറിയാമോ, എല്ലാവരും വന്ന് എല്ലാ ആഴ്ചയും അവരവർക്കുള്ള സ്ഥലത്ത് മാത്രമേ ഇരിക്കാറുള്ളൂ.
അതും ആരും സ്ഥലം മാറിയിരിക്കാറില്ല. അപ്പം ആരെങ്കിലും വന്നില്ലെങ്കിൽ അന്ന് ആ സ്ഥലം വേക്കൻ്റ് ആയിരിക്കും. എന്നോട് ദൈവം പറഞ്ഞു, ഇനി അവരിരിക്കുന്ന സ്ഥലം കണ്ടല്ലോ, ഇനി അവിടെ പോയിട്ട് നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിനക്ക് അവരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് എന്താണോ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 3 മാസം ഇരിക്കുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് 7 വർഷം കർത്താവിനെ ഇരുത്തുവാനിടയായി. അവിടെ ഞാൻ ചെല്ലുമ്പോൾ 13 കുടുംബം ഉണ്ടായി. ഞാൻ അവിടെ സ്ഥലം മാറുമ്പോൾ 33 കുടുംബമുള്ള ഒരു സഭയായിട്ട് ആ സഭ വളരുവാൻ കർത്താവ് സഹായിച്ചു. ഒരു പുതിയ ചർച്ച് ബിൽഡിംഗ് പണിയുവാൻ, സെമിറ്ററി വാങ്ങിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ സ്നാനം നടത്തുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഒരു ദീർഘവർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് 15 വർഷം കുട്ടികളില്ലായിരുന്ന ഒരു കുടുംബത്തിന് ദൈവം ഒരു പൈതലിനെ കൊടുത്തു. അതിനെ പ്രതിഷ്ഠിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തരുവാനിടയായി. അങ്ങനെ കർത്താവിന് വേണ്ടി വളരെയധികം പ്രവർത്തിപ്പാൻ സഹായിച്ചു. ഞാൻ അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു ചർച്ചിലെ നമ്മുടെ വിശ്വാസിയുടെ വീട്ടിൽ അദ്ദേഹത്തെ അവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ യാത്ര ചെയ്ത് ബൈക്കൊന്ന് സ്കിഡ് ചെയ്തു. ആ സ്കിഡ് ചെയ്ത് എൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടൽ പോലെ, അത് പിന്നീടാണ് മനസ്സിലായത്. അതങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു. ആ പ്ലാസ്റ്റർ ഇട്ട് ആ ഫ്രാക്ഷനകത്ത് മാംസം ഇറങ്ങിയതുകൊണ്ട് അത്രയുടെ അസ്ഥി കട്ട് ചെയ്തതായിട്ട് വന്നു. അത് വീണ്ടും അതിന് പകരമായിട്ട് പ്ലേറ്റ് ഇട്ടു. ആ പ്ലേറ്റ് ഇട്ടുന്ന അതിങ്ങനെ ഞാൻ അതുമായിട്ട് യാത്ര ചെയ്തപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഒന്ന് തെന്നി വീണിട്ട് സ്ലിപ്പ് ചെയ്ത് വീണിട്ട് എൻ്റെ മുട്ട് പൊട്ടുവാനിടയായി. കാരണം ആ ആണിയെല്ലാം ഉണ്ടായതുകൊണ്ട് മുട്ട് പൊട്ടുവാനിടയായി. ആ മുട്ട് പൊട്ടിയത് മാറ്റി വെച്ചത് കൊണ്ട് അത് ഇൻഫെക്ഷൻ ആകുകയും തുടർന്ന് എനിക്ക് ഏതാണ്ട് ഒരു 8 പ്രാവശ്യം വരെ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുവാനിടയായി. ഒരു ബോൺ ഗ്രാഫ്റ്റിങ്, സ്കിൻ ഗ്രാഫ്റ്റിങ്, അങ്ങനെ പല നിലയിലുള്ളതായ ഓപ്പറേഷൻ 8 പ്രാവശ്യം ചെയ്യേണ്ടത് വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, അതൊക്കെ സംഭവിച്ചെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം മെൻ്റലി ഫിസിക്കലി ഒക്കെ ഞാൻ ഡിപ്രസ്ഡ് ആയെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ അതിനകത്തൊന്ന് സർവൈവ് ചെയ്യുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കുവാനിടയായി. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം അതാണ് ഞാൻ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ, ന്യായാധിപന്റെ പുസ്തകം പഠിക്കുമ്പോൾ, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 നാം പഠിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. ന്യായാധിപൻ 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. മതി നോക്കണേ, എന്നെ ദൈവത്തിന് ആത്മാ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇസ്രായേൽ മക്കൾ 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ 440 വർഷത്തെ ചരിത്രം നമുക്ക് ഈ ന്യായാധിപ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയ വർഷങ്ങൾ, ദൈവത്തെ സ്നേഹിച്ച വർഷങ്ങൾ, ദൈവത്തെ വിട്ടുപോയത് കൊണ്ട് ഉണ്ടായി വന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുവാൻ ആരൊക്കെ ദൈവം സമ്മതിച്ചു, ഇങ്ങനെയുള്ളതായ 440 വർഷത്തെ ചരിത്രം നമുക്ക് ന്യായാധിപ പുസ്തകത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ 6-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചറിയാം. ഇസ്രായേൽ മക്കൾ എല്ലാവരും തങ്ങളുടെ വീടുകളും കൃഷികളും ഭവനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മലകളിലും ഗുഹകളിലും ഒക്കെ ഒളിച്ചു താമസിക്കുമ്പോൾ, ശത്രുക്കൾ നിമിത്തം അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ നിമിത്തം ഒളിച്ചു താമസിക്കുമ്പോൾ, ഈ സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടും അതിൻ്റെ നടുവിൽ തനിക്കുള്ള അല്പം ഗോതമ്പ് മെതിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഗിദെയോനെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവിടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തങ്ങളുടെ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് എല്ലാവരും വീടുകൾ വിട്ട് കൃഷികൾ വിട്ട് മാറിപ്പോയിരിക്കുമ്പോൾ, തങ്ങളുടെ സാഹചര്യം ബുദ്ധിമുട്ടുള്ളതായിട്ടും അതിന് നടുവിൽ ദൈവത്തിന് സന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരുവനെ വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് അവരെ നോക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചെറുതായിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നത് സാഹചര്യങ്ങൾ ചെറുതായാലും ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇടയായെങ്കിൽ നമ്മളെയാണ് ദൈവം വാച്ച് ചെയ്യുന്നത്, നമ്മളെയാണ് ദൈവം വിസിറ്റ് ചെയ്യുവാനിടയാണ്, നമ്മളെയാണ് ദൈവം സന്ദർശിക്കാനിടയാണ്. കാരണം വെച്ചാൽ ദൈവത്തിന് വേണ്ടത് വിശ്വസ്തയോടെ നിൽക്കുന്നവരെയാണ്. സാഹചര്യങ്ങൾ പഴി പറയുന്ന ഒരു ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ പഠിപ്പിച്ചതാണ്. ഞാനിങ്ങനെ പഠിപ്പിക്കാൻ പറയാറുണ്ട്. നമ്മുടെ ക്രിസ്മസിന് സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ക്രിസ്മസിന് നക്ഷത്രം ഇടാറുണ്ട്. നാട്ടിലൊക്കെ ഒരു പ്രത്യേകതയാണ് നക്ഷത്രം ഇടും. എന്നാൽ എല്ലാവരും നക്ഷത്രം ഇടുമ്പോൾ നമ്മുടെ വീട്ടിൽ നക്ഷത്രം ഇട്ടില്ലെങ്കിൽ അതൊരു വ്യത്യാസമാണ്. എല്ലാവരും നക്ഷത്രം ഇടാത്തപ്പോൾ നമ്മുടെ വീട്ടിൽ നക്ഷത്രം ഇട്ടാൽ അതൊരു വ്യത്യാസമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചെയ്താൽ അതൊരു വ്യത്യാസമല്ല.
എല്ലാവരും ചെയ്യാത്തത് ചെയ്താൽ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ആർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തപ്പോൾ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറെടുത്താൽ അത് വ്യത്യസ്തനാണ്. ആരും ഉപവസിക്കാൻ ആകാത്തപ്പോൾ നാം ഉപവസിപ്പാൻ തയ്യാറെടുത്താൽ അതൊരു വ്യത്യാസമാണ്. അവിടെയാണ് അങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നവരെയാണ് ദൈവം നോക്കുവാനിടയാകുന്നത്. ഇന്ന് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഗിദെയോൻ തനിക്കുള്ള അല്പം ഗോതമ്പ് വിധിക്കുവാൻ തയ്യാറായപ്പോൾ എന്ന് പറഞ്ഞാൽ ഗിദെയോൻ എങ്ങനെ ഗോതമ്പ് വിധിക്കാൻ തയ്യാറായെന്നറിയുമോ? എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് പോയപ്പോൾ ഗിദെയോൻ എന്ത് ചെയ്തു? രഹസ്യമായിട്ട് പ്രവർത്തിപ്പാൻ തയ്യാറായി. ആ പ്രവർത്തിപ്പാൻ തയ്യാറാതെ ആരും കണ്ടില്ല. അവന്റെ സാഹചര്യത്തെ പഴി പറയുവാൻ ഇടയാകാതെ നമ്മൾ എപ്പോഴാണ് നമ്മുടെ സാഹചര്യത്തെ പഴി പറയുന്നത് അറിയാമോ? കംപ്ലൈന്റ് ചെയ്യുന്നറിയാമോ? നമ്മുടെ സിറ്റുവേഷനിൽ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ സംതൃപ്തരല്ലാതെ വരുമ്പോഴാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കംപ്ലൈന്റ് ചെയ്യുന്ന അപ്പോഴാണ്. ഈ ഗിദെയോൻ നിങ്ങൾ നോക്കുക, ഗിദെയോൻ ഒരു കംപ്ലൈന്റും ഇല്ല. കാണിച്ചാൽ തന്റെ സാഹചര്യത്തിൽ താൻ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ പ്രവർത്തിക്കുമ്പോൾ തനിക്ക് അവസരം ലഭിച്ചു. എൻ്റെ ആ സാഹിത്യകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുന്നു എന്നൊരു തൃപ്തി തനിക്ക് ഉണ്ടായപ്പോഴേമോ തനിക്ക് വിതയ്ക്കുവാൻ തയ്യാറായി. നമ്മളെല്ലാവരും അല്ലെങ്കിൽ അനേകരും ചെയ്യുന്നത് അവരവരുടെ സാഹചര്യത്തെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് ദേശത്തിൽ പിറുപിറുപ്പും മർമറിങ്ങും ഉണ്ടാകുന്നത്. ഇതാ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സാഹചര്യത്തിലേക്ക് മറ്റുള്ളവരുടെ സാഹചര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യാതെ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു സാഹചര്യം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഞാൻ എപ്പോഴും പറയുന്നത്, കർത്താവേ എനിക്ക് കാലാമ്പ്യൂട്ട് ചെയ്യുവാനിടയായി, എന്നാൽ എനിക്ക് മറ്റൊരു ആർട്ടിഫിഷ്യൽ കാൽ വെച്ച് നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, ഇന്ന് രാവിലെ ഞാൻ പറയുവാണ്, കർത്താവേ അനേകര് നടക്കുവാൻ കഴിയാതെ വീട്ടിലിരിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി ഞാൻ അവരെ ധൈര്യപ്പെടുത്തുവാൻ എന്നെ ദൈവം അയച്ചിട്ടുണ്ട്. അനേകരോട് സംസാരിപ്പാൻ ഇടയായിട്ടുള്ളതാൽ ഞാൻ എപ്പോഴും പറയും, കർത്താവേ അനേകർ അവരുടെ സാഹചര്യങ്ങളെ പരാതി പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അനേകരെ ധൈര്യപ്പെടുത്തുവാൻ നീ എന്നെ സഹായിപ്പാൻ, ഇങ്ങനെയെങ്കിലും നടക്കുവാൻ എനിക്ക് നീ സഹായിച്ചല്ലോ എന്നാണ് ഞാൻ ദൈവത്തോട് പറയുന്നത്. അതാണ് എൻ്റെ ജീവിതത്തെ കർത്താവ് നൽകുവാനിടയായത്. ഞാൻ എപ്പോഴും ഒരിക്കൽ പോലും എൻ്റെ സാഹചര്യത്തിൽ ഞാൻ കാലിലേക്ക് നോക്കാറാണ്. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഒരു 2-3 പേര് ഒന്നിച്ച് നടന്നു പോകുമ്പോൾ അവരെല്ലാം വളരെ വേഗം നടന്നു പോകും. അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ അവർ ഓടിപ്പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഓടിപ്പോകും. എനിക്കങ്ങനെ ഓടിപ്പോകാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അവിടെയൊക്കെ ഞാൻ നിരാശപ്പെടുന്നാൽ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി തരുവാനിടയായി. എങ്ങനെ സാഹചര്യത്തിന് അതിന് മുകളിലായിട്ട്, പ്രശ്നങ്ങൾക്ക് മുകളിലായിട്ട് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും മാറത്തില്ലെന്നാൽ ഒരിക്കലും മാറാത്തവനായി ദൈവം നമ്മുടെ കരം പിടിച്ച് നമ്മുടെ ആ സാഹചര്യത്തിനകത്തും ദൈവം മാറ്റുവാനിടയാവും. സാഹചര്യം അവിടെ തന്നെ ഉണ്ടാവും, എന്നാൽ ആ സിറ്റുവേഷനിനകത്തുനിന്ന് ദൈവം നമ്മയെ മാറ്റുന്നത്. ആ പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം നമ്മെ മാറ്റുവാനിടയാവും. പ്രശ്നം അവിടെ തന്നെ കാണുവാനിടയാകും. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കാനിടയായി. അതിനുശേഷം എനിക്ക് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുവാനിടയായി. 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് എനിക്ക് വളരെ പ്രയാസം ഉണ്ടാകുവാനിടയായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുവാനിടയായി. ഏതാണ്ട് വളരെ ദീർഘമായ പ്രയാസം എനിക്കുണ്ടായതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യേണ്ടി വന്നുവെങ്കിലും ഞാൻ പറയട്ടെ, ഇതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു നിരാശ കൊണ്ടുതരുവാനിടയായില്ല. അതെൻ്റെ കർത്താവ് എന്നെ സഹായിച്ചതുകൊണ്ട്. അതാണ് വെച്ചാൽ ഞാൻ ഇന്ന് സങ്കീർത്തനം രാവിലെ ഞാൻ ചിന്തിച്ചപ്പോൾ 65-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അതിലെ മുളയെ നീ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്ന് രാവിലെ ആ വാക്യം വായിക്കും. കാരണം അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു എന്ന്. ഒരു മുളയെന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ അവനൊരു ന്യൂ ഷൂട്ട്, ഒരു പുതിയ ഷൂട്ട് വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ പ്രതീക്ഷയാണ്. ഇന്നലെ വരെയുള്ള എല്ലാം മാറി, ഇനി എനിക്ക് പ്രതീക്ഷിക്കുവാൻ അവസരമുണ്ട്, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മുളയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. നമ്മുടെ നിരാശയെല്ലാം പ്രത്യാശയാക്കി മാറ്റുവാൻ, നമ്മുടെ നിരാശയെല്ലാം മാറ്റി അതിനപ്പുറമായിട്ട് ഒരു പുതിയ പ്രതീക്ഷ തന്ന്, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ധൈര്യം തരുവാൻ, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പുതിയ ധൈര്യം തന്ന്, അകത്തൊരു ബലം തന്ന്, സംഗീതം പറയുന്ന പോലെ നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്ന പറയുന്ന പോലെ ദൈവം നമുക്ക് ബലം തരുന്നത് നല്ല ദൈവമാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പായിരിപ്പാൻ കർത്താവ് എനിക്ക് സഹായിച്ചല്ലോ. ഞാൻ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇപ്പം ഞാൻ 12 വർഷമായിട്ട് ദൈവത്തിന് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കാറുണ്ട്, പല ബൈബിൾ കോളേജുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് യാത്ര ചെയ്യാനുള്ള അസൗകര്യമുണ്ട്, ഇൻകൺവീനിയൻസ് കൊണ്ട് ഞാൻ ഇപ്പം 2 ബൈബിൾ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. മുണ്ടക്കയത്തും തടിയൂരും മാത്രമേ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ.
അത് മൂന്ന് ദിവസം ഒരു ബൈബിൾ കോളേജിലും ഒരു ദിവസം മറ്റൊരു ബൈബിൾ കോളേജിൽ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു മോളുണ്ട്, അവള് ഇപ്പോൾ ഫാർമസിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 18 വയസ്സ്. ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ഞാനിപ്പോഴും അതാണ് ഉത്തരവാദിത്വം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ പറയുമ്പോൾ എനിക്ക് ചിന്തിപ്പാനിടയായി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ നിങ്ങൾക്ക് വലിയൊരു സംഭവം കാണാൻ കഴിയും. ആദമിനെ ഹൗവയും ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത് എന്നറിയാമോ? ദൈവം അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്ത. എന്തായാലും തോട്ടം സൂക്ഷിക്കുകയും അതിലെന്ത് ചെയ്യുക, വേല ചെയ്യുകയും വേല ചെയ്യുകയും 2 ജോലി കൊടുത്ത് 2 റെസ്പോൺസിബിലിറ്റി കൊടുത്താണ് ദൈവം അവരെ ഏൽപ്പിച്ചത്. എന്നാൽ ആ 2 ജോലിയും അവർ ചെയ്യാഞ്ഞത് കൊണ്ടാണ് ദൈവം അവരെ എന്ത് ചെയ്ത് ആ തോട്ടത്തിനകത്തുനിന്ന് ഇറക്കി കളഞ്ഞത്. 3-ാം അധ്യായം 23-ഉം 24 വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ വായിക്കുന്നതാണ്, അവരെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായി ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അടുത്ത വാക്യം വായിക്കറിയാമോ? ഏതൻ തോട്ടത്തിന് ഇത് ചെയ്തു, ആ തോട്ടത്തിലേക്കുള്ള ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൽ ജവാലയുമായത്. ഞാൻ സൂക്ഷിക്കാനുള്ള ജോലി ദൈവം ദൂതന്മാരെയും ഏൽപ്പിച്ചു. കൃഷി ചെയ്യുക എന്ന ജോലി ദൈവം സ്വയമായിട്ട് ഏറ്റെടുത്തു. ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ദൈവത്തിന് സഭയാകുന്ന തോട്ടത്തിനകത്ത് നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന് സഭയാകുന്ന തോട്ടത്തിനകത്ത് നട്ടിരിക്കുന്നത് ഓരോ ദൗത്യങ്ങൾ തന്നിട്ടാണ്. ഒരു ദൗത്യമില്ലാതെ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഒരു ദൗത്യമില്ലാതെ ദൈവം ആരെയും വിട്ടിട്ടില്ല. എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് വഷളത്വം എന്ന് പറയുന്നത്, കടപ്പാടില്ലാത്ത ജീവിതത്തിന് പറയുന്നത് മ്ലേച്ഛത എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ്, റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകുന്നത്. നാം പലപ്പോഴും നമ്മുടെ കടമകൾ മറക്കാറുണ്ട്. എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ നിരുത്തരവാദിത്വം, ഇറസ്പോൺസിബിലിറ്റിയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ തോട്ടത്തിന്റെ അകത്ത് അവന്റെ കൃഷിയാണെന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ കൃഷികളെ ദൈവം അനുഗ്രഹിപ്പാനിടയാകുന്നത്. നമ്മുടെ മുളയെ ദൈവം അനുഗ്രഹിപ്പാനിട. എന്താണ് ആ മുളയെന്ന് പറയുന്നത്? ഒരു പുതിയ പ്രതീക്ഷയാണ്. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നലെ വരെ വന്നിട്ടില്ലാത്ത ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് അത് വകതരുവാനിടയാകുന്നു. അതിന് പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, ദൈവം നമ്മെ സഹായിപ്പാനിടയാകേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ അപ്പുറമായി ദൈവം നമ്മെ സന്ദർശിപ്പാനിടയാകട്ടെ. ദൈവം നമ്മെ സന്ദർശിച്ച് നമ്മുടെ സ്ഥിതിയെല്ലാം മാറ്റുന്ന ദൈവമാണ്. അല്ല, നമ്മുടെ സ്ഥിതിയെല്ലാം മാറുവാനാകെ. എന്നാൽ എങ്ങനെ നമ്മുടെ സ്ഥിതി മാറുവാനിടയാം? സെഖര്യാ പ്രവചനം 10-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അതിന് 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവിടെ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. സെഖര്യാ പ്രവചനം 10-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കറിയാമോ? യഹൂദ ഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ എന്ത് ചെയ്യും? സന്ദർശിക്കുമെന്ന് വായിക്കുന്നത് അല്ലേ? സെഖര്യാ പ്രവചനം 10-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുമറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദ ഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. ശ്രദ്ധിക്കണമേ, അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാനിടയാവും. എന്തിനു വേണ്ടി സന്ദർശിക്കാൻ അറിയുമോ? അവരുടെ സ്ഥിതി മാറ്റുവാൻ. എങ്ങനെ മാറ്റുവാൻ അറിയുമോ? അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരെ പടയിൽ ആട്ടിൻകൂട്ടത്തെ കുതിരയെ പോലെയാക്കും. മാനത്ത് മഴക്കാറ് കണ്ടാൽ പേടിക്കുന്ന ജീവിയാണ് ആട്. ഇടിമുഴക്കം കേട്ടാൽ പേടിക്കുന്ന ജീവിയാണ് ആട്. ആ പേടിക്കുന്ന ജീവിയെ ദൈവം സന്ദർശിച്ചു കഴിയുമ്പോൾ അതിനെ സ്ഥിതി മാറ്റി പടക്കളത്തിൽ നിൽക്കുന്ന ഒരു കുതിരയെ പോലെ ആക്കും. എന്ന് പറഞ്ഞാൽ അറിയാമോ, കുതിരയ്ക്ക് ഈ ഇടിമുഴക്കമോ ശബ്ദമോ ഒന്നും അതിനൊരു വിഷയമല്ല. കാരണം അതിന് ഈ ശബ്ദം കേൾക്കുന്നതെല്ലാം ആവേശമാണ്. പടക്കളത്തിൽ നിൽക്കുന്ന കുതിരയ്ക്ക് ആവേശമാണെന്നാണ് ഇയ്യോബ് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മെ സ്ഥിതി മാറ്റുവാൻ, നമ്മുടെ അവസ്ഥ മാറ്റുവാൻ ആഗ്രഹിക്കുന്നറിയാമോ? സാമ്പത്തികമായ സ്ഥിതി അല്ല ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ നമ്മുടെ ഏതെങ്കിലും പുറമേ ഉള്ളതായ എക്സ്റ്റേണലായ അവസ്ഥയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയോ? ദൈവം നമ്മുടെ അകത്തെ ഭയം മാറ്റി നമ്മെ പുതിയ ഒരു വ്യക്തിയാക്കി സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു പുത്തൻ എനർജി നമുക്ക് നൽകി നമ്മുടെ ആത്മീകമായി ധൈര്യപ്പെടുത്തുവാനിടയാകും. അതാണ് സംഗീതം വായിക്കാറിയാമോ? ഇവിടെ നമ്മൾ വായിച്ചറിയാമോ? ഇത് തന്റെ ആട്ടിൻകൂട്ടം സന്ദർശിച്ച് പടക്കളത്തിൽ നിൽക്കുന്ന ഒരു കുതിരയെ പോലെ ആക്കുവാനിടയാകും. ഇന്ന് പകൽപ്പോഴും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.
എനിക്ക് ഇനിയും കർത്താവിൻ്റെ പേര് അധികമായി ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ എനിക്കൊരു സാഹചര്യത്തിൽ നോക്കി സാഹചര്യത്തിൽ പഴി പറഞ്ഞ് മാറി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറമായിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിയും, എൻ്റെ സർക്കിളിനകത്ത് നിന്നുകൊണ്ട്, എൻ്റെ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ മടിയനായി മാറിയിരുന്ന് പിറുപിറുക്കുവാനിടയാകാതെ കർത്താവെ വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എനിക്ക് സമയം നൽകുന്ന കർത്താവിൻ്റെ ദാസനോട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.